നല്ല റിസൾട്ടോട് കൂടിയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഇടക്കാലത്ത് ഒരു കിടപ്പ് രോഗി, അതൊരു വലിയൊരു അനുഭവമാണ്. അത് അവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർ വന്ന് പ്രത്യേകമായിട്ട് ഇവരെ വഴിപാടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വർഷങ്ങളായിട്ട് കിടന്നിരുന്നു. അദ്ദേഹം സ്വർഗസ്വനായി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഉള്ളത് നമ്മുടെ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ശ്രീ ചെറുമുറ്റം ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം, ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഒരു പാടത്തിന്റെ ഒക്കെ നടുവില് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും, കാരണം ഇപ്പോൾ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണത്. അപ്പൊ അതിന്റെ ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു ക്ഷേത്രമാണത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ അതിന്റെ ആളുകളൊക്കെ, അമ്പലത്തിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഫേസ്ബുക്കിലാണ് കാണുന്ന വെച്ചാൽ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി മാക്സിമം ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. കാരണം ഞങ്ങൾ ഈ അറിയപ്പെടാതെ പോണ കുറെ അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ മാക്സിമം ആളുകളും ഇത് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഐതിഹ്യവും ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിന്റെ ആളുകളുണ്ട്, അവരോട് ചോദിക്കാം. ഓക്കെ, ഇതാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ വെള്ളിനേഴിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുമുറ്റത്ത് ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം. ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ചെറുമുറ്റം മനക്കാരാണ് ക്ഷേത്ര ഊരാളന്മാർ. രക്ഷാധികാരികൾ മള്ളിയൂർ മന പുരുഷോത്തമൻ നമ്പൂതിരിയും മാതൃദത്തൻ നമ്പൂതിരിയുമാണ്. ഏകദേശം 2000 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. ആദ്യം പഴക്കം ഏറെയുള്ള ഒരു ശ്രീകോവിലിനുള്ളിലുള്ള പ്രതിഷ്ഠ ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതാണ്. ലക്ഷ്മി നരസിംഹമൂർത്തിയായതുകൊണ്ട് തന്നെ ശാന്തസ്വരൂപനായ നരസിംഹമാണ് ഇവിടെയുള്ളത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധ്യമാകും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ വിപുലീകരണത്തിന് ശേഷം ഈ ഗ്രാമത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടായി എന്ന് ഭക്തർ പറയുന്നു. ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ ആദ്യമായി വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. എന്റെ ചെറുപ്പം മുതൽക്കുള്ള, എനിക്ക് 87 വയസ്സായി. അപ്പൊ എന്റെ ചെറുപ്പം മുതൽക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറയാം. എന്റെ മുത്തശ്ശിയുടെ പ്രായത്തില് ഇത് ചെറുമിറ്റത്ത് അമ്പലം എന്നാ പറയാ. ചെറുമിറ്റത്തെ പറഞ്ഞ ഒരു ഇല്ലമുണ്ട്. അവര് ഇപ്പൊ ശീർഷടുത്തുണ്ട്. അപ്പോ അവര് ഇവിടുന്ന് പോയതാണെന്നാണ് എന്റെ ധാരണ. അങ്ങനെയാണ്. അപ്പൊ അവരിവിടെ നിന്ന് പോയ മറ്റാണ്. അവര് പോകുമ്പോ ഇവിടെ അടുത്തുള്ള ഇല്ലാണ് ഒളപ്പോണ്ണമന. ആ ഒളപ്പോണ്ണമനക്കാരെ ഏൽപ്പിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ ഒന്ന് വിചാരിക്കണ്ടേ, ഈ ഭാഗത്തൊക്കെ ഉള്ള ഈ കൃഷിയൊക്കെ ചെറുമിറ്റത്ത് അമ്പലത്തിന്റെ ദേവസ്വത്തിന്റെ ആണ് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ വളപ്പ് ഇത് എന്റെ വളപ്പാണ്. എന്റെ വളപ്പിൽ ഒരു കിണറുണ്ട്. ആ കിണർ ഞാൻ ഇത്തിരി വലുതാക്കി നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് വലിയൊരു കല്ല് കിടക്കുന്നുണ്ട്. അതായത് ഇല്ലങ്ങളില് ഉപയോഗിക്കുന്ന വലിയ കല്ല്. അത് കുളത്തിൽ അതിൽ കിടന്ന. അപ്പൊ അവൻ പൊട്ടിച്ചെടുക്കണ്ട പറഞ്ഞു. ഞാൻ അവിടെ കിടക്കട്ടെ, എപ്പോഴും ഉണ്ടാ കല്ല് അവിടെ. അപ്പൊ ഇവിടെ അവരുടെ ഇല്ല ഉണ്ടായിരിക്കണം. ചെറുമിറ്റത്ത് എന്നുള്ള ഇല്ലം ഇവിടെ ആയിരിക്കണം. അവര് ഇവിടുന്ന് പോയത് എന്ത് കാരണം കൊണ്ടാ പോയതെന്ന് അറിയില്ല. പോകുമ്പോ ഏൽപ്പിച്ചു പോവാൻ അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും വലിയ തറവാടാണ് ഒളപ്പോണ്ണമന. അവരെ ഏൽപ്പിച്ചു പോയിണ്ടാവും. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനും ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണ് ആ ചെറുമിറ്റത്തെ അമ്മ, എന്റെ മുത്തശ്ശിയുടെ പ്രായത്തിലുള്ള ഒരു അമ്മ, ശീർഷത്തെ പെരാങ്ങോട്ട് അമ്പലത്തിന്റെ ഒക്കെയാണ് ഇപ്പൊ അവര് താമസം. അവിടുന്ന് ഒരു സ്ത്രീ സഹായത്തിന് കൂട്ടിയിട്ട് ഇവിടെ വരും. രാവിലെ അവിടെ നടന്നു വരണം എന്നൊക്കെ. നടന്നു വന്ന് ഇവിടെ വന്ന് ഇല്ലത്ത് വന്ന് കുളിച്ചിട്ട് വേണം തൊഴുക. എന്നിട്ട് ഇവിടെ വന്ന് തൊഴുതിട്ട് തിരിച്ചു വന്ന് അവിടെ കിടക്കും. വൈകുന്നേരേ പോവുള്ളൂ. പ്രായമായ സ്ത്രീയാ. അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, മാപ്പിളകളെക്കാലത്താണ് കയ്യ് പൊട്ടി. ഈ അമ്പലത്തില് ഒരു ഭാഗമില്ല, കയ്യില്ല, വെച്ചതാണ്. അപ്പോ മാപ്പിളകളെക്കാലത്താണ് കയ്യ് പൊട്ടിച്ച് മാപ്പിളകളെ 21 മാപ്പിളകളെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണെന്നാണ് മുത്തശ്ശി പറഞ്ഞു കേട്ടുള്ളത്. പിന്നെ കുറെ കാലം മറ്റേ ആരും ഇല്ല, നോക്കാനൊന്നുമില്ല. അത് ഇവിടൊക്കെ കാട് പിടിച്ച് കിടക്കായിരുന്നു. അപ്പോ
ഉളപ്പണവനിക്കല് അവരാണ്. പിന്നെ എന്നോട് ശാന്തി കഴിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ സ്ഥിരം ഒന്ന് ചെറുപ്രായമാണ്, അപ്പൊ ഞാൻ വേറെ ജോലിക്കൊക്കെ പോവാണ്. എന്നാലും ചില ദിവസം വന്നിട്ട് ഞാൻ ഇവിടെ വിളക്ക് വെച്ചായിരുന്നു. പിന്നെ അതൊന്നും ഇല്ലാതെ ഞാൻ ചെറുപ്രായമാണ്, ഞാൻ ജോലിക്ക് പോയി. പിന്നെ കുറെ കാലം പൂജയൊന്നും ഇല്ലാതെ ഈ ഇത് മാത്രം അവിടെ കിടക്കും. ഇത് അന്നിപ്പോ ഈ ഓടൊക്കെ വെച്ച് ഇപ്പോഴാ മറ്റേ ഒരു ഉളപ്പണ്ണ എന്ന് ചെയ്ത് തന്നെയാണ്, അത് മാത്രം അവിടെ നിലയുണ്ടാകും. അങ്ങനെ പിന്നെ പല മറ്റേ ഒരു രാമലിംഗം പറഞ്ഞ ഒരു സ്വാമി ഉണ്ടായിരുന്നു, അയാള് കുറച്ചു ദിവസം ഉണ്ടായി. അപ്പൊ വല്ലവരും നിവേദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ അടുപ്പും സൗകര്യമൊന്നുമില്ല. അപ്പൊ ഇല്ലത്ത് വന്നിട്ട് തന്നെ എന്റെ ഇല്ലം അവിടെ വന്നിട്ട് നിവേദ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജയിക്കുക അങ്ങനെയായിരുന്നു. പിന്നീട് ഇപ്പൊ ഈ ശാന്തിക്കാരൻ ഇയാളെ കണ്ട, ഇയാളുടെ അച്ഛനും കുറെ കാലം ഉണ്ടായി. അങ്ങനെയൊക്കെ അതിന്റെ ഇവിടെ പ്രശ്നം വെച്ചിട്ട് ഇല്ലത്ത് വെച്ചിട്ടുണ്ടെയാണ് പ്രശ്നം. ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോഴാണ് വിളക്ക് വെച്ച് ആരെങ്കിലും സ്ഥിരം ശാന്തിക്കാരെ കിട്ടണവരെ. അപ്പോ രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ കുളിച്ചിട്ട് ഇവിടെ ഒന്ന് വിളക്ക് വെക്കാം, അത്രേ പറ്റുള്ളൂ. അന്ന് എനിക്ക് ബിസിനസ്സൊക്കെയാണ്. അപ്പൊ രാവിലെ ഞാൻ പോകും. അപ്പോ അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ വന്നിട്ട് കുളിച്ച് ഇവിടെ വന്ന് വിളക്ക് വെച്ച് പോകും. പിന്നീടാണ് സ്ഥിരം ശാന്തിക്ക് ആളെ കിട്ടി. ഇയാളുടെ അച്ഛനായിരുന്നു സ്ഥിരമായിട്ടുണ്ടായത്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇയാളായി, അച്ഛൻ മരിച്ചു. ഇപ്പോ അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പാരമ്പര്യം അത്ര എനിക്കറിയുള്ളൂ. എനിക്കറിയുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കുറെ കാലം ആരും ഇല്ലാണ്ട് കിടന്നതാണ്, കാട് പിടിച്ച് കിടന്നത്. പിന്നെ കമ്മിറ്റിക്കാരൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വെച്ചാ പറഞ്ഞ കാണിപ്പയ്യൂരെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവര് എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവാ. അവരൊക്കെ ഇവിടെ വന്നു. എന്നിട്ട് സ്ഥലമൊക്കെ നോക്കി, എന്നിട്ട് സ്ഥലം നോക്കിയിട്ട് ഇതൊക്കെ സൗകര്യം ഇന്ന വിധത്തിലൊക്കെ പറഞ്ഞ് ഇതൊക്കെ കുറ്റിയടിച്ചു. പോയിട്ട് ഇന്ന സ്ഥലത്ത് തന്നെ. പിന്നെ കമ്മിറ്റിക്കാരായിട്ടാണ് ഇപ്പൊ ഈ നിലയ്ക്ക് ആക്കിയത്. ഇത് ദേവസ്വം ബോർഡാണോ? ദേവസ്വം ബോർഡില്ല, ഉളപ്പണ്ണ ദേവസ്വം. ഉളപ്പണ്ണ ദേവസ്വങ്ങൾക്ക് കുറെ അമ്പലങ്ങളുണ്ട്. അതില് ഉള്ള ഒരാണ്. അപ്പൊ ഇവിടെ പുലിക്കൽ അമ്പലം ഉണ്ട് ഇവിടെ ഒന്ന്. ഞാൻ വീഡിയോ. പിന്നെ ഇവിടെ എന്താ മറ്റേ കാന്തല്ലൂർ അമ്പലം ഉണ്ട്. അതെ. അങ്ങനെ പിന്നെ ഇവിടെ എന്താ മണ്ണാർക്കാട് ആ ഭാഗത്തുണ്ട്. കുറെ ഉണ്ട് അമ്പലങ്ങൾ അവർക്ക്. അത് വരുമാനമൊന്നും ഇല്ലാത്ത അമ്പലം എന്താണ്. അപ്പൊ ഇവിടെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടിയിട്ടാണ് നമ്മളെ എല്ലാവർക്കും കൂടി പറഞ്ഞ് എന്റെ ഭാഗവും ഞാൻ പത്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്പലം ഇപ്പോ ഒരു വിധമൊക്കെ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളൊക്കെ ജനങ്ങൾ കൂടിയിട്ടാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയില്ല. വേറൊന്നും ആളുകൾ വേറെ എന്തോ ചില ഫണ്ട് ഇങ്ങനെ ഈ മറ്റേ അമ്പലങ്ങള് പുനരുദ്ധാരണത്തിന് ഗുരുവായൂരത്തെ അങ്ങനെ ഗുരുവായൂരിന്നോ എന്തോ ചില കുറേശ്ശെ കിട്ടാറുണ്ട്. മറ്റൊക്കെ ആളുകൾ സഹകരിച്ചിരുന്നേ. ദേവസ്വത്തിന് ഇപ്പൊ സ്വത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല, രേഖയിലൊന്നുമില്ല. പേര് സതീശൻ എന്നാണ്. സതീഷ് അയ്യരാണ്. തന്നെയാണ്. ഞാൻ ഇവിടുത്തെ മേൽശാന്തിയാണ്. എത്ര വർഷമായി ഇവിടെ? 10 വർഷമായി. അച്ഛനാണ് ആദ്യമായിട്ട് ഏറ്റെന്ന് ബ്രഹ്മശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കഴിച്ചു വരുന്നത്. അതല്ലേ. അപ്പൊ അന്ന് ക്ഷേത്രം ചെറുതായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു 10 വർഷം മുമ്പ്. അതിനുശേഷം പിന്നെ തുടർന്ന് കലശം നടന്നു. ബ്രഹ്മശ്രീ കുമാരസ്വാമി ഭട്ടതിരിപ്പാട് നാരായണമംഗലത്ത് അദ്ദേഹമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ തന്ത്രി. അദ്ദേഹത്തിന്റെ മകനും പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം അദ്ദേഹം തന്ത്രിയാണ്, വിഷ്ണു ഭട്ടതിരിപ്പാട്. അത് 2022 ഏപ്രിൽ മാസത്തിലാണ് ഉണ്ടായത്. രോഹിണി നക്ഷത്രത്തില് 30 ബുധനാഴ്ചയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടുള്ള ദിവസം. പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് ബുധനാഴ്ച ആയതുകൊണ്ട്, പ്രധാനമായിട്ട് നരസിംഹമൂർത്തി ആയതുകൊണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് പാനകം എന്ന് പറയും. നമ്മള് ശർക്കര ഇട്ട് തിളപ്പിച്ച് ചുക്കും ജീരകവും ഒക്കെ ഇട്ടല്ലോ, പാനകമാണ്. അതേപോലെ നിത്യം പൂജയ്ക്ക് കാലത്ത് നമ്മൾ വെള്ളി ഓടത്തില് പഞ്ചസാര പായസം വിശേഷാൽ പൂജയ്ക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ കദളിപ്പഴം പ്രധാനമാണ്. പിന്നെ ഈ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ വെള്ളിനാക്ക് സമർപ്പിക്കുന്നുണ്ട്, സ്വർണ്ണനാക്ക് സമർപ്പിക്കുന്നുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വെള്ളിനാക്ക് കിട്ടുന്നതാണ്. അങ്ങനെ അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ ഏരിയയില് ഇപ്പോഴും അടുത്ത തലമുറയ്ക്ക് കൂടിയിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരരുത് പറഞ്ഞ് ഇപ്പോഴും വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ട്. ഈ ഇവിടെ അതായത് ജന്മന ഇങ്ങനെ സംസാരിക്കാൻ കുട്ടികളൊക്കെ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളിയുടെ പ്രാർത്ഥിച്ച് വെള്ളിനാക്കാണ് സമർപ്പിക്കുക. അതെ, സ്വർണ്ണനാക്ക് പലർക്കും കഴിയില്ല. അപ്പൊ വഴിപാട് ചിലർക്ക് ഇവിടെ സംഖ്യ അടച്ച് നമ്മളെടുത്ത്
ചെയ്തു കൊടുക്കാറുണ്ട്. ചെയ്തു കൊടുക്കാറുണ്ട്. രീതിയിൽ ഈ കദളിപ്പഴം എന്നൊക്കെ പറഞ്ഞ പലയിടത്തും അപ്പൊ ഈ കദളിപ്പഴം നമ്മൾ ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് കദളിപ്പഴം ഇവിടുന്ന് സംവിധാനമില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ സമർപ്പിക്കാം. അത് വളരെ വിശേഷമാണ് നരസിംഹമൂർത്തിക്ക്. ഏറ്റവും പ്രധാനം പാനകം തന്നെയാണ്. പാനകം തന്നെയാണ്. അതെ. ഏകദേശം എത്ര വർഷം പഴക്കം? 2000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം കുറെ കാലം അന്യം നിന്നു. പിന്നീട് 2011 ഇവിടുത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു ശ്രമം കൊണ്ട് ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ആദ്യം ഒരു ചെറിയ രീതിയിൽ പ്രതിഷ്ഠ നടത്തി. കാരണം കുറച്ച് അംഗഭംഗങ്ങളും വന്നിട്ട് ശ്രീലകത്തിന് മാത്രം ഒരു കേടും ഉണ്ടായിരുന്നില്ല. അപ്പോ താൽക്കാലികമായിട്ട് പ്രതിഷ്ഠ നടത്തി കുമാരസ്വാമി പട്ടേൽപ്പട. തുടർന്നാണ് നമ്മള് 2022 അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഒരു വെൽഫെയർ കമ്മിറ്റി. വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണനാണ്. അതുപോലെ സെക്രട്ടറി പാറക്കൽ നാരായണൻ അവരുകളാണ്. അതുപോലെ ട്രഷറർ ഒ ഗോപാലകൃഷ്ണനാണ്. അവരടങ്ങുന്ന ഒരു വിപുല ഒരു 101 കമ്മിറ്റി തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഞങ്ങളൊരു 10 വർഷത്തോളമായി അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ കൃഷികരുടെ തുടർച്ചയായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല സഹകരണം കൊണ്ടും. ഇവിടുത്തെ പ്രധാന ആഘോഷം എന്താ? ഇവിടെ നമുക്ക് വാർഷികമായിട്ട് 3 ആഘോഷങ്ങളാണ്. അതെ ഈ പ്രതിഷ്ഠാ ദിനാണ്. അതെ, അത് ഏപ്രിൽ വരും. മീനമാസത്തില് രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ ദിനം വരിക. അതേപോലെ തന്നെ നരസിംഹ ജയന്തി, നരസിംഹമൂർത്തി ആയതുകൊണ്ട് ഈ നരസിംഹ ജയന്തി വന്നിട്ട് നമുക്ക് ഈ ഇതിലാണ് വരുന്നത്. വൈശാഖ കാലത്താണ് നരസിംഹ ജയന്തി വരുന്നത്. അതേപോലെ തന്നെ ഈ ഔഷധ സേവ, കാരണം പറഞ്ഞല്ലോ വിശേഷം കുട്ടികൾക്ക് ബുദ്ധിക്കും കാര്യങ്ങൾക്കും വിശേഷമുള്ള മൂർത്തി ആയതുകൊണ്ട് ഔഷധ സേവ വന്നിട്ട് കർക്കിടക മാസത്തില് കർക്കിടകം 16 ഔഷധ സേവയായിട്ട് വളരെ നല്ല രീതിയിൽ ഔഷധ കഞ്ഞി, ഔഷധവും അതേപോലെ ത്രികാല പൂജയും ഉദയാസ്തമന പൂജയൊക്കെ തന്നിട്ട് നമ്മുടെ ഈ അടുത്തുവട്ടത്തൊന്നും ഈ നരസിംഹമൂർത്തി ക്ഷേത്രം ഈ 2 കിലോമീറ്റർ ചുറ്റളവില് ഇല്ല. നമ്മുടെ ഉള്ളിനെ കുറച്ച് ദൂരെ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എന്ന് പറയാം. നമുക്ക് ഇത്രയും നല്ലൊരു ക്ഷേത്രം ഇല്ല. ഇവിടെ ഒരു കാലഘട്ടത്തില് ചെറിയായിരുന്നു അത്ര. ഈ വരുന്ന നടവഴിയൊക്കെ ദേവന്റെ മുമ്പില് ചെറിയായിരുന്നു. വലിയൊരു കുളം തന്നെയായിരുന്നു എന്ന് പറയപ്പെടുന്നത്. യാഗങ്ങളൊക്കെ നടന്നിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റെവിടെയും ഇല്ലാത്ത അത്രയും വലിയ ഹോമം കൊണ്ടാണ് നമുക്ക് ഈ നാലമ്പലത്തിലുള്ളത്. അത് നമുക്ക് തോൽക്കാൻ കഴിയില്ല. അത് പെർമനന്റ് ആയിട്ട് പണി ഒരുപാട് അമ്പലങ്ങളും ഇതിന്റെ പണി നല്ല വൃത്തിയായിരുന്നു. ഇതിന്റെ ഉള്ളും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ കൂട്ടായ്മ തന്നെ. ഇവർ ഓരോരുത്തരും മുൻകൈ എടുത്ത് അവരൊരു മനസ്സിലുണ്ട് ജനങ്ങളുടെ നാട്ടിലെ കൂട്ടായ്മ ഒരു 10 വർഷം കൊണ്ടുള്ള ഒരു മാറ്റങ്ങളാണ്. ആദ്യം ശരിക്കും അവിടെ ഒരു കോവിൽ, അവിടെ ശ്രീലകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ അതിനുശേഷം ഉണ്ടാക്കിയതാണ്. ഈ ഒരു 10 വർഷം കൊണ്ട് 2011 പറഞ്ഞല്ലോ. അന്ന് ശ്രീലകം ആ സമയത്ത് പൂജയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഒരുപാട് കാലം അന്യം വന്നു, പൂജ നിന്നുപോയി. ഒരു നറക്കല് കൊണ്ടുവന്നിട്ട് ഒരു ശാന്തികാരം വന്ന് കഴിച്ചു പോകും. അപ്പൊ അതിനുശേഷം പിന്നെ ഈ 2011 ശേഷം ഒരു 2-3 ശാന്തിക്കാർ മാറി വന്നു. പിന്നീട് ഇല്ലാതെയാണ്. അതിനുശേഷം ആണ് ഇപ്പൊ ഈ അച്ഛൻ വീണ്ടും ഏറ്റെടുത്തത്. ഓരോ ക്ഷേത്രങ്ങളില് ഇപ്പൊ കുറെ ആളുകൾക്ക് ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഓരോ തരത്തിൽ സംഭവിച്ചു, ഓരോ കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഏതെങ്കിലും തിരുവനന്തപുരം ഓർമ്മയിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം പറയാനുണ്ടോ? ഞങ്ങളിപ്പോ വന്നിട്ട് ഈ ചുരുങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷത്തെ അനുഭവമാണ്. 10 വർഷം കൊണ്ടുള്ള ഓരോരോ ആളുകളും പറയുന്ന കേട്ട കഥകളോ അതിലെന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടോ? മുൻപേയുള്ള അനുഭവങ്ങൾ അദ്ദേഹം തിരുമേനി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അതിനുശേഷമുള്ള നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഒരാൾ വഴിപാട് എനിക്ക് ഈ 10 വർഷത്തെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ ഇപ്പൊ പലപ്പോഴും ഈ പരീക്ഷയ്ക്കാണ് അവർ മുൻകൂട്ടിയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞ് പേനയും കാര്യങ്ങളൊക്കെ അടച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവര് നല്ല റിസൾട്ടോട് കൂടിയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഇടക്കാലത്ത് ഒരു കിടപ്പ് രോഗി, അതൊരു വലിയൊരു അനുഭവമാണ്. അത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവര് വന്ന് പ്രത്യേകമായിട്ട് ഇവര് വഴിപാടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വർഷങ്ങളായിട്ട് കിടന്നിരുന്നു. അദ്ദേഹം സ്വർഗസ്വനായി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അതെല്ലേ. അപ്പൊ ഇത് ബാക്കിയുള്ള നമ്മുടെ അമ്പലത്തിന്റെ ഭാരവാഹികളാണല്ലോ. ഈ ചേച്ചി ഞങ്ങൾ ആദ്യം അമ്പലത്തിന്റെ വന്നപ്പോ പരിചയപ്പെട്ടതാണ്. അപ്പോ ആ ചേച്ചിയാണ് ഇവിടെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് തന്നത്. അയാളുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഇവിടുത്തെ ആളുകളുടെ ഭയങ്കര സഹകരണം നല്ലൊരു ഇതുണ്ട്. കാരണം അതിന്റെ അമ്പലത്തിന്റെ ആ പണികളും രൂപകൽപ്പനയൊക്കെ കണ്ടാൽ തന്നെ അറിയാം. കാരണം ആളുകൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളത് നല്ല വൃത്തിയിൽ എല്ലാ പണികളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ എന്തായാലും പ്രകൃതി സൗന്ദര്യം ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രമാണത്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയും കാര്യങ്ങളും. കാരണം ഞങ്ങൾ ഇതിന്റെ ബോർഡും ഇതൊക്കെ കണ്ടിട്ടാണ് അവിടുന്ന് കയറി വന്നത്. ഞങ്ങൾ വേറെ വഴിക്ക് പോകുമ്പോൾ കയറി വന്നതാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇട്ട് മനോഹരമായിട്ടുണ്ട് ഈ സാധനം, ആ ക്ഷേത്രം. അപ്പൊ ആരെങ്കിലൊക്കെ ഇത് ഈ പാലക്കാട് ജില്ലയില് നമ്മുടെ ചെർപ്പശ്ശേരി പാലക്കാട് റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെള്ളിനേഴി കുറെ പ്രത്യേകതയുള്ള കലാഗ്രാമമൊക്കെ ഉള്ള അല്ലെ, കലാഗ്രാമമൊക്കെ ഉള്ള ഒരു നല്ല ഒരു നാടാണ്. കുറെ അമ്പലങ്ങള് ഉള്ള ഒരു നാടാണ്. ഇവിടെ തന്നെ വേറെ ക്ഷേത്രത്തിന്റെ, തൃപ്പൂലിക്കൽ ക്ഷേത്രത്തിന്റെ ഇവിടെ ഇട്ടിരുന്നു. ആ ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ തന്നെയാണ് ഈ ക്ഷേത്രം. അപ്പൊ ചേച്ചി എന്താ പേര്? സ്വപ്ന. എന്താ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് ചേച്ചിക്ക്? ആണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും അല്ലെ ഇജ്ജിക്ക് ചേർന്ന ഒരു ഇതാണ്. എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഇവിടെ നടന്നതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അനുഭവങ്ങൾ ഇതാണ് ഈ അമ്പലത്തിന്റെ രൂപം ഉണ്ടായിരുന്നത്. അമ്പലത്തിന്റെ രൂപം ഇങ്ങനെയായിരുന്നു ആദിക്ക്. ഇതിന്റെ മേൽക്കൂരയ്ക്ക് ആദ്യമായിട്ട് ചെയ്തത് ഇവിടെ തൊട്ടടുത്ത് മതിലകത്ത് വിശ്വനാഥൻ പറഞ്ഞ ഒരാളുണ്ട്. അമ്പലത്തിന്റെ സെക്രട്ടറി ആണ് ആദിക്ക്. അവരുടെ കുടുംബങ്ങളാണ് അതിനാ മേൽക്കൂര ഉണ്ടാക്കിയത് ഇതിന്റെ. പിന്നെ അവരെല്ലാവരും കൂടി ചെയ്തിട്ട് അങ്ങനെ ആദ്യം മേൽക്കൂര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇതിന് പിന്നെ കുറെ ഇങ്ങനെ ചുറ്റുവട്ടത്തിനൊക്കെ ഉണ്ടാക്കിയതും ഈ എല്ലാ ആൾക്കാരും ഇവിടുത്തെ ഓരോ വാതിലാച്ചാലും ഓരോന്നിനുള്ള ശീലത്തിനുള്ള വാതിലും അങ്ങനെയൊക്കെ ഓരോരുത്തര് തന്നതാണ് ഇതിനുള്ളത്. പിന്നെ കയ്യും കാലൊന്നും ഇല്ലാതെ കിടക്കണ ഒരു അമ്പലത്തിന് അങ്ങനെ പ്രാർത്ഥിച്ച ഒന്നും ഫലം കിട്ടില്ല എന്നൊക്കെ പലരും പലതും പറഞ്ഞായിരുന്നു. പക്ഷെ ഭഗവാനുള്ള പൂജ നടത്തിയത് ദേവന്മാരായിരുന്നു അത്രയും കാലം പൂജ ഇല്ലാതെ കിടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചൈതന്യം കൂടി, അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇരുന്നേർന്ന ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവത്തിലുള്ളത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, വിളിച്ചാ അപ്പൊ കൂടെ പോരണം പറഞ്ഞാൽ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാറില്ല ഒന്നുകൊണ്ടും. അങ്ങനെയാണ് ഞങ്ങളുടെ ചെറുമുറ്റത്ത് മനക്കിലെ തമ്പുരാട്ടി പണ്ടത്തെ ഉള്ളതാണ്, രാശി വെച്ചപ്പോ തെളിഞ്ഞതാണ്. അപ്പൊ അവരുടെ മനയുടെ ഇല്ലം പാരമ്പര്യം നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ അമ്മ പ്രാർത്ഥിച്ചു എന്നാ പറയണത്. ഒരു മുത്തശ്ശി പ്രാർത്ഥിച്ചപ്പോ ഒരു സന്യാസി എന്നാ പറയണത് അവര് വന്നിട്ട് പ്രതിഷ്ഠിച്ചു കൊടുത്തതാണ് ഈ വിഗ്രഹം എന്നൊക്കെയാണ് പറയണത്. ലക്ഷ്മി നരസിംഹം കൂടിയും കൂടിയതാണ്. ഇങ്ങനെയുള്ള വിഗ്രഹം ഇവിടെ എവിടെയും അടുത്തുണ്ടാവില്ല. നമുക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ചതാണെന്നാണ് ഇതിന്റെ ആ രാശിയിൽ തെളിഞ്ഞത്. അത്ര വിവരം ഞങ്ങൾക്കും അറിയുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ ശാന്ത സ്വരൂപനാണ്, ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തി അല്ല, ശാന്ത സ്വരൂപനാണെന്നാണ് അറിഞ്ഞത്. ലക്ഷ്മിയോട് കൂടി ആവുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ അതില് അവരുടെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. പ്രധാന വഴിപാട് പാനകാണ്. പിന്നെ ചെറുനാവ് പറഞ്ഞിട്ട് കുട്ടികള് വിക്കൊക്കെ ഉള്ള കുട്ടികളുടെ വിക്ക് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നാവ് വന്നിട്ട് സമർപ്പിക്കുന്നുണ്ട് പലരും. വിക്ക് മാറാൻ തന്നെയാണ് അവര് അങ്ങനെ ചെയ്യുന്നതൊക്കെ. അതിന്റെ കുറെ മാറ്റങ്ങൾ അവർക്കും ഉണ്ടാവേണ്ടില്ല. അല്ല ദേവന്മാരായിട്ട് പ്രതിഷ്ഠിച്ച പോലെയുള്ള വിഗ്രഹം കൊണ്ട് നമുക്കിത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അന്നത്തെ ഇതില് സങ്കല്പത്തില് പറഞ്ഞത്. അത്രയും രാശിയിൽ തെളിഞ്ഞത്. അതുകൊണ്ടാണ് ഇത് കഴുത്ത് വേറെ ഉടല് വേറെ കൈ അങ്ങനെയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ഇതായിരുന്നു. അതുകൊണ്ടാണ് ഗോളക ഇറക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ ഉള്ളിലേക്ക്. അങ്ങനെയാണ് ആ ഗോളകയിലേക്കാണ് അതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രയും ചൈതന്യം അതിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ആദ്യത്തെ രാശിയിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളത് ഇറങ്ങിയാൽ മതി, ഭഗവാൻ കൂടെ ഉണ്ട് എന്തിനെന്ന് പറഞ്ഞിട്ടുള്ള ആ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിച്ചത്. ഇതൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ എന്തായാലും ആൾക്കാർക്കും ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അമ്പലം കയറുന്ന പോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഉന്നതി തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെയും തന്നെ അവിടെ വരുന്നതിന് നമ്മുടെ ഇവിടെ ആഘോഷം. അതല്ലെങ്കിലും നമ്മുടെ പ്രദേശത്തുള്ള ഒരു അമ്പലം നശിച്ചു കിടന്ന സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾക്കും അതിൻ്റെതായ ഒരു എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അമ്പലം നന്നാവുന്നതോട് കൂടിയിട്ട് അവിടുത്തെ ആളുകളുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ മാറും. എല്ലാ ഇതിലും അഭിവൃദ്ധി ഉണ്ടാവും. കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അവിടെ. പ്രദക്ഷിണവരി ഉണ്ട് ചെയ്യാൻ, നാഗങ്ങളെ പ്രതിഷ്ഠിക്കാണ്ട്, അതൊക്കെ കൂടിയും കഴിയണം. എന്നാലാണ് ഇപ്പൊ ഈ അമ്പലത്തിന്റെ പൂർണ്ണമുള്ളൂ. പിന്നെ കുളം എന്നിട്ട് വേണം കുളത്തിലിറങ്ങിയ കുളം ഒന്ന് ആകെ അമ്പലത്തിന്റെ കുളമാണ്, അതാകെ ഒന്ന് ഇടിഞ്ഞു പോയി. അങ്ങനെയൊക്കെ ഉണ്ട്. നമസ്കാരം, പേര്? പ്രിയകുമാർ. പ്രിയകുമാർ അല്ലേ? ഇവിടെ അടുത്തന്നെയല്ലേ വീട്? അടുത്താണ്. അതെ. ഞങ്ങള് വളരെ ചെറുപ്പം മുതൽ തന്നെ ഇവിടെ കളിച്ചിരുന്നതാണ്. ഞാൻ ചന്ദ്രമോൻ ഒരു കൂട്ടുകാരാണ്. ക്ഷേത്രത്തിൽ ആദ്യം മുതലേ ഞങ്ങള് ഒന്നും ഉണ്ടല്ലോ, ഭയങ്കര കാട് പിടിച്ചൊക്കെ കിടന്നിരുന്ന സ്ഥലമാണ്. ആ കാലം മുതലേ ഞങ്ങളിവിടെ വരുമായിരുന്നു. ഞങ്ങൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. നമ്മളെ ഒരു ഇത്രയും ഇവിടെ ഫുള്ളി ഹിന്ദുക്കളെ ഏരിയ ആണ്. നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം നശിച്ചു പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു. പിന്നീട് ഓരോരുത്തർ വന്നു.
അപ്പോഴേക്കും ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പിന്നെ ഏകദേശം ഒരു 10-40 വർഷത്തോളം ഇവിടെ പൂജയൊന്നും ഉണ്ടായിരുന്നില്ല. 40 വർഷത്തോളം മുടങ്ങി കിടക്കായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ വന്നിങ്ങനെ വിളക്ക് വെക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര അങ്ങനെ കടന്നു. പിന്നെ ഇതിന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 4-5 പീസായിട്ടാണ് പൊട്ടിയിട്ട് കടന്നിരുന്നത്. ഞങ്ങള് വന്ന് നോക്കുന്ന സമയത്ത് പൊട്ടി പീസായിരുന്നു. പീസുകളായിട്ട് കിടക്കായിരുന്നു. പീസായിരുന്നു. ചില പാർട്സുകൾ ഒരു കയ്യിന്റെ ഒരു ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ആദ്യം ഇവിടെ താമ്പൂല പ്രശ്നമാണ് വെച്ചത്. താമ്പൂല പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിന് നല്ല തേജസ് ഉണ്ട്. അത് പൊട്ടിയാലും അത്ര കഷ്ണങ്ങളായാലും അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പൊ അന്ന് ഞങ്ങള് അതിനൊരു കമ്പിയൊക്കെ ഇട്ട് കെട്ടിയിട്ട് ആണ് അന്ന് നിർത്തി കൊണ്ടുപോകുന്നത്. പിന്നീട് ഞങ്ങള് സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനം എല്ലാവരും സഹകരിക്കാൻ തുടങ്ങിയപ്പോ ചുറ്റമ്പലത്തിന്റെ പണികൾ കഴിച്ചു, ശ്രീകോവിലിന്റെ പണി, നമസ്കാര മണ്ഡപം കഴിച്ചു. അപ്പൊ പിന്നെ നമ്മളൊരു നവീകരണ കലശത്തിലേക്ക് എടുക്കാൻ ഏകദേശം ഒരു 10-25 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതാണ് നമ്മൾ കണക്കാക്കിയത്. നമ്മൾ ഉദ്ദേശിക്കണം അത്രയും പൈസ നാട്ടിൽ നിന്ന് തിരിച്ചു കിട്ടി. എന്നിട്ട് നോക്കുമ്പോൾ വിഗ്രഹം മാറ്റാൻ അപ്പോഴും പറ്റില്ല. ആ വിഗ്രഹം വാർത്ത് കെട്ടിയിരിക്കണം, ഗോള ഇറക്കിയിരിക്കണം. അപ്പൊ അതായത് ആ പഴയ ആ സാധനം തന്നെ അതിന് വാർത്താക്കിയിരിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ ഉള്ളില് കരിങ്കല്ലാണ്. അതിപ്പോഴും പൊട്ടിയിട്ട് അങ്ങനെ ഇവിടെ ഈ പൂജകളൊക്കെ മുടങ്ങിയ സമയത്ത് ഇവിടെ ഒരുപാട് ആപത്തുകളും അപകടങ്ങളും അങ്ങനെ എന്തെങ്കിലും ആരും അതിനെ കുറിച്ച് അത്ര ശ്രദ്ധിക്കാറില്ല. അമ്പലം ഇതേ പോണവരൊന്ന് തൊഴും, കൈവയ്ക്കും, അങ്ങനെയൊക്കെ പോകും. അങ്ങനെ പോകും. ഇപ്പൊ എന്ന അത്യാവശ്യം ആളുകൾ ഇവിടെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരനെയാണ് കാര്യമായിട്ട്. എല്ലാവരും നല്ല സഹകരണം. ഈ ക്ഷേത്രം ഞങ്ങള് തുടങ്ങി 10-13 വർഷത്തോളായി. ഇവിടുത്തെ പരിപാടികൾ